ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ഈ ദശമസ്കന്ധത്തിലെ അതിമനോഹരമായിട്ടുള്ള ഒരു അധ്യായത്തിലൂടെയാണ് കണ്ണോടിക്കുവാൻ പോകുന്നത്. 14-ാമത്തെ അധ്യായമാണ് ഇന്ന് നമുക്ക് നോക്കുവാനുള്ളത്. ബ്രഹ്മാവിന് താൻ കാണിച്ച അവിവേകത്തെ നന്നായി ബോധ്യപ്പെട്ടതിന് ശേഷം ദേഹമാസകലം വിറച്ചുകൊണ്ട് നിന്നിരുന്ന തൻ്റെ അപരാധത്തെ ഓർത്ത് കുറ്റബോധത്താൽ നീറിക്കൊണ്ടിരുന്ന ബ്രഹ്മാവ് ഭഗവാനോട് തൻ്റെ അപരാധം ഏറ്റുപറയുകയും തൻ്റെ അറിവില്ലായ്മയ്ക്ക് പൊറുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു അധ്യായമാണ് ഈ 14-ാമത്തെ അധ്യായം. നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം കഥാഭാവത്തിൽ കാണുകയുണ്ടായി. ഇനി നമുക്ക് ഈ 14-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. അഥ ചതുർദശോധ്യായഃ ബ്രഹ്മോവാച നൗമീഡ്യത്തെ പ്രവപുഷേ തടിദം പരായ ഗുഞ്ചാവതംസ പരിപിച്ഛലസന്മുഖായ വന്യസ്രജേ കപളവേത്ര വിഷാണവേണൂലക്ഷ്മശ്രിയേ മൃദുപദേ പശുപാംഗജായ. നൗമീഡ്യ തേ പ്രവപുഷേ ബ്രഹ്മോവാച. ബ്രഹ്മ ഉവാച. ബ്രഹ്മാവ് ഇപ്രകാരം പറഞ്ഞു. എന്ത്? നൗമീഡ്യ, നൗമി, ഈഡ്യ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് നൗമീഡ്യ. നൗമി എന്ന് പറഞ്ഞാൽ ഞാൻ സ്തുതിക്കുന്നേൻ. ഈഡ്യ, അല്ലയോ സ്തുത്യർഹനായിട്ടുള്ള ഭഗവാനെ. എല്ലാവരും സ്തുതികൾക്ക് അർഹരല്ല. ഇവിടെ ഭഗവാന്റെ കാര്യം പറഞ്ഞു ആദ്യമേ. അല്ലയോ സ്തുത്യർഹനായിട്ടുള്ള ഭഗവാനെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നേൻ. തേ പ്രവപുഷേ, തേ അപ്രവപുഷേ, തേ അങ്ങയെ ഞാൻ സ്തുതിക്കുന്നേൻ. അപ്രവപുഷേ, അപ്രം എന്നാൽ ആകാശം. അപ്രവപുഷേ എന്ന് പറഞ്ഞാൽ ആകാശം പോലെയുള്ള ദേഹത്തോടും തടിദംബരായ മിന്നൽ പോലെ ഇരിക്കുന്ന, ഇവിടെ അമ്പരം എന്ന് പറഞ്ഞാൽ വസ്ത്രം, അപ്പോൾ മിന്നൽ പോലെ ഇരിക്കുന്ന വസ്ത്രത്തോടു കൂടിയവനും ഗുഞ്ചാവതംസ പരിപിഞ്ചല സന്മുഖായ. അപ്പോൾ ഇവിടെ ഭഗവാൻ ഏതൊരു രൂപത്തിലാണോ ബ്രഹ്മാവിൻ്റെ മുൻപിൽ ബ്രഹ്മാവ് കാണുന്നത്, ആ ഭാവത്തെയാണ് ഇവിടെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രൂപത്തെയാണ് ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാ ബ്രഹ്മാവ് കണ്ടതെന്നാണെങ്കിൽ, ഇവിടെ ആകാശം പോലെയുള്ള ദേഹം എന്ന് പറഞ്ഞാൽ നീല നിറത്തോടു കൂടിയവനായിട്ടുള്ള, അല്ലയോ ഭഗവാനെ, മിന്നൽ പോലെ ഇരിക്കുന്ന വസ്ത്രത്തോടു കൂടിയവൻ. തടിദംബരായ എന്ന് പറഞ്ഞാൽ മിന്നലിന് നമുക്കറിയാം ഒരു തിളങ്ങുന്ന മഞ്ഞ നിറം, അല്ലേ? ആ മഞ്ഞ പട്ടു ചുറ്റിയവനായിട്ടുള്ള ഭഗവാനെ, മഞ്ഞ പട്ടുടയാട ചാർത്തിയ നീല നിറത്തോടു കൂടിയവനായിട്ടുള്ള ഭഗവാനെ ഗുഞ്ചാവതംസ പരിപിഞ്ചല സന്മുഖായ. ഗുഞ്ചാവതംസ എന്ന് പറഞ്ഞാൽ ഈ കുന്നിക്കുരു കൊണ്ടുള്ള കർണ ആഭരണങ്ങളോട് കൂടിയവനായിട്ടുള്ള, പിഞ്ചലസന്മുഖായ, പരിപിഞ്ചലസന്മുഖായ. പിഞ്ച എന്ന് പറഞ്ഞാൽ ഇളം മയിൽപ്പീലിയെയാണ് പറയുന്നത് പിഞ്ച. അതിനൊരു ഇളപ്പമുണ്ട്, അതുകൊണ്ട് തന്നെ അതിന് ഭംഗിയും കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭംഗിയേറിയ മയിൽപ്പീലികൾ കൊണ്ട് ലസൻ മുഖായ, ശോഭിച്ചു നിൽക്കുന്ന മുഖത്തോടു കൂടിയ, വന്യസ്രജേ കപളവേത്ര വിഷാണവേണൂലക്ഷ്മശ്രിയേ. വന്യസ്രജേ, കാട്ടിലെ പൂക്കളൊക്കെ കൊണ്ടുണ്ടാക്കിയ മാലകൾ ധരിച്ചവനെ, അതായത് വനമാല ധരിച്ചവനെ. നോക്കൂ, ഭഗവാന്റെ മുമ്പിൽ ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ആ ബ്രഹ്മാവിൻ്റെ മുമ്പിൽ എങ്ങനെയാണ് കാണിച്ചു കൊടുക്കുന്നത് എന്ന് കാണിച്ചു തരികയാണ്.
നീല നിറത്തോടു കൂടിയവനാണ് ഭഗവാൻ. മഞ്ഞ പട്ടുടുത്തിട്ടുണ്ട്. കാതിൽ കുന്നിക്കുരുമണി പോലെയുള്ള കർണാഭരണങ്ങൾ ചാർത്തിയിരിക്കുന്നു. ഇളം മയിൽപ്പീലിത്തണ്ട് കൊണ്ട് അലങ്കരിച്ച ആ കേശപാശം മുഖത്തിന് വല്ലാത്തൊരു ഭംഗി കൊടുക്കുന്നു. എന്തു ഭംഗിയാ കാണാൻ ആ രൂപത്തെ. അങ്ങനെയുള്ള കഴിഞ്ഞില്ല വനമാല ധരിച്ചിരിക്കുന്നു. അതായത് വനത്തിലെ പൂക്കൾ കൊണ്ടൊക്കെ ഈ ഗോപസ്ത്രീകൾ ഇങ്ങനെ എങ്ങനെയാ ഇപ്പോൾ ഈ കൃഷ്ണനെ ഇനി കൂടുതൽ അലങ്കരിക്കുക എന്നാണ് ഓരോരുത്തരുടെയും ചിന്ത. അതുകൊണ്ട് തന്നെ വനത്തിലുള്ള പൂക്കളൊക്കെ കൊണ്ടുവന്ന് ചാർത്തി, അതുകൊണ്ട് മാല കെട്ടി ചാർത്തിയിരിക്കുന്നു. അങ്ങനെ വനമാല കൊണ്ട് ശോഭിച്ചു നിൽക്കുന്ന ആ തിരുമാറിടം. പിന്നെയോ കബളവേത്ര വിഷാണവേണു ലക്ഷ്മശ്രീയെ. കബളവേത്ര വിഷാണ എന്ന് പറഞ്ഞാൽ ആ ചോറുരുള്ള, കബളവേത്ര എന്ന് പറഞ്ഞാൽ ആ ഒരു പകുതി ചോറ് ഉണ്ടിട്ടിരുന്ന ഭാവമായിരുന്നു. അപ്പോഴാണ് ബ്രഹ്മാവ് വന്ന പശുക്കുട്ടികളെയും ഗോപക്കുട്ടികളെയൊക്കെ അവിടെ നിന്നും തൻ്റെ മായ കൊണ്ട് അപഹരിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അവരെ തേടി ഇറങ്ങിയതായിരുന്നു ഭഗവാൻ. പകുതി ഉണ്ട് ആ ചോറുരുള. അങ്ങനെ ഭഗവാന്റെ കയ്യിലുണ്ട്. കഴിഞ്ഞില്ല വിഷാണ വേണു ലക്ഷ്മശ്രീയെ. വടി, അതേപോലെ കൊമ്പ്, വേണു എന്ന് പറഞ്ഞാൽ ആ ഒടക്കുഴല്, ഇതെല്ലാം കയ്യിൽ പിടിച്ച ലക്ഷ്മശ്രീയെ, ഇവയാലെല്ലാം അടയാളപ്പെട്ടിട്ടുള്ള ഒരു ശോഭയോട് കൂടിയ, ശ്രീയോട് കൂടിയിട്ടുള്ള മൃദുപദേ പശുപാങ്കജായ. മൃദുപദേ, വളരെ മൃദുത്വമാർന്ന പാദങ്ങളോട് കൂടിയ, കാലടികളോട് കൂടിയ പശുപാങ്കജായ. പശുപൻ എന്ന് പറഞ്ഞാൽ ആ വ്രജനാഥനായിട്ടുള്ള നന്ദഗോപരുടെ അങ്കജായ, പുത്രഭാവത്തോടു കൂടിയും ഇരിക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. നോക്കൂ, ഒറ്റ ശ്ലോകം കൊണ്ട് ഒരു ഏകദേശം നമുക്ക് ആ രൂപം നന്നായി കാണിച്ചു തരുന്നുണ്ട് ഇവിടെ. ബ്രഹ്മാവിൻ്റെ ആ മൊഴികളിലൂടെ വ്യാസഭഗവാൻ നമുക്ക് ഭഗവാന്റെ രൂപം ഇപ്പോൾ ആകാശത്തിൻ്റേതുപോലെ നീല നിറത്തോടു കൂടിയ ഭഗവാൻ നല്ല മിന്നൽക്കൊടി പോലെ തിളങ്ങുന്ന മഞ്ഞപ്പട്ട് ചുറ്റിയിരിക്കുന്നു. ഇളം മയിൽപ്പീലിത്തണ്ടുകൊണ്ട് കെട്ടിവെച്ചിരിക്കുന്ന ആ മുടിക്കെട്ടിൻ്റെ അഴക് മുഖത്തിന് ഒന്നുകൂടി അഴക് കൂട്ടുന്നുണ്ട്. കയ്യിൽ പാതിയുണ്ട ചോറുരുളയുണ്ട്. അരയിൽ തിരികിയ ഓടക്കുഴലും കൊമ്പും വടിയും ഒക്കെയുണ്ട്. പൈക്കളെ മേയ്ക്കാൻ ഇറങ്ങിയതാണല്ലോ നമ്മുടെ കൃഷ്ണനുണ്ണി. കഴുത്തിൽ രാവിലെ ആ ഗോപസ്ത്രീകൾ അണിയിച്ചൊരുക്കിയപ്പോൾ ചാർത്തിയ വനത്തിലെ പൂക്കൾ കൊണ്ട് കെട്ടിയ വനമാല, അതും ആ തിരുമാറിൽ കാണാം. ഇങ്ങനെയൊക്കെ ശോഭിക്കുന്ന ആ ഗോപകുലത്തിൻ്റെ നാഥനായ നന്ദഗോപരുടെ പുത്രഭാവത്തിൽ ഇപ്പോൾ അവിടെ വിഹരിക്കുന്ന അലയോ ഭഗവാനെ, അവിടുത്തെ ഞാൻ സ്തുത്യർഹനായിട്ടുള്ള അലയോ ഭഗവാനെ, അവിടുത്തെ ഞാനിതാ സ്തുതിക്കുന്നു. ആദ്യത്തെ ശ്ലോകം തന്നെ ഭഗവാന്റെ ആ രൂപം നമുക്ക് കാണിച്ചു തന്നു. തന്നെയല്ല, ഞാൻ സ്തുതിക്കുന്നു. അതായത് ഭഗവാനെ ആ സ്തുതിക്കണമെങ്കിൽ പോലും അവിടുത്തെ ഒരു കൃപയുണ്ടാകണം, അവിടുത്തെ കാരുണ്യമുണ്ടെങ്കിലേ ഭഗവാനെ അവിടുത്തെ ഒന്ന് സ്തുതിക്കുവാൻ പോലും കഴിയൂ. അപ്പോൾ ഒരു അപേക്ഷയും കൂടിയാണ് ഇവിടെ. ഒരു ക്ഷമാപണവും അപേക്ഷയും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു വാക്കെങ്കിലും ഭഗവാനെ അവിടുത്തെക്കുറിച്ച് പറയണമെങ്കിൽ അവിടുത്തെ കൃപാകടാക്ഷം ഉണ്ടാകണം. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അതായത് ആ വാക്കുകൾക്ക് ശക്തിയേകാൻ, ചൈതന്യമേകാൻ ഭഗവാനെ അവിടുന്ന് ഉണ്ടാകണമേ. ഈ ഉള്ളവന് അബദ്ധം പറ്റിപ്പോയി, അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണ്. ആ അവിവേകം തിരിച്ചറിഞ്ഞുകൊണ്ട് ബ്രഹ്മാവിപ്പോൾ ഭഗവാനെ സ്തുതിക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നൗമീഡ്യത്തെ പ്രവപുഷേ തടിദംബരായ ഗുഞ്ചാവതംസ പരിപിച്ഛലസന്മുഖായ വന്യസ്രജേ കബളവേത്ര വിഷാണവേണു ലക്ഷ്മശ്രിയേ മൃദുപദേ പശുപാങ്കജായ.
ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നൗമീഡ്യ, അവിടെ ഇകാരം നീട്ടിയെടുക്കണം. നൗമി ഈഡ്യ ആണ്. അതുപോലെ തേ പ്രവപുഷേ, തേ അപ്രവപുഷയാണ്. അവിടെ വിശ്ലേഷണമുള്ളത് കൊണ്ട് എകാരം നീട്ടിയെടുക്കുക. അതുപോലെ തടിതമ്പരായ, അമ്പരായാണ്, അമ്പരം വസ്ത്രം, അവിടെ ദായുടെ ആകാരം ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ഗുഞ്ചാവതംസ പരിപിച്ഛല സന്മുഖായ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. അതുപോലെയാണ് അടുത്ത വരിയിലും കപളവേത്ര വിഷാണ വേണുലക്ഷ്മശ്രീയെ, അതും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ അടുത്തത് പശുപാങ്കജായ, അവിടെ ഗ എന്ന അക്ഷരം പലപ്പോഴും നമ്മൾ വായിക്കുമ്പം കകാരം വരാറുണ്ട്, അത് ശ്രദ്ധിക്കുക. കായല്ല, ഗായാണ്. അതുപോലെ പശുപാങ്കജായ, ജായാണ്. ച ഒരു ചകാരം കയറി വരാതെ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ്. അസ്യാപി ദേവവപുഷോ മദനുഗ്രഹസ്യ സ്വേച്ഛാമയസ്യ നതു ഭൂതമയസ്യ കോപി നേശ്ചേ മഹിത്വവസിതും മനസാന്തരേണ സാക്ഷാത്തവൈവ കിമുദാത്മസുഖാനുഭൂതേ. അസ്യാപി ദേവവപുഷോ മദനുഗ്രഹസ്യ. അസ്യാപി, അസ്യാപി എന്ന് പറഞ്ഞാൽ അസ്യ, ഇവിടെ രണ്ട് വാക്കുണ്ട്. അസ്യ അപി, അസ്യ എന്നാൽ ഈ, അപി എന്ന് പറഞ്ഞാൽ അതിൻ്റെയും കൂടി, അങ്ങനെയാണെങ്കിലും എന്നൊക്കെയുള്ള അർത്ഥം. അസ്യാപി ദേവ, ദേവ എന്ന് പറഞ്ഞാൽ ഇവിടെ ദേവഭാവത്തിൽ കാണുന്നത് പലതരത്തിലുള്ള ക്രീഡകളാണ്. ഇപ്പോൾ ഭഗവാന് ഒരൊറ്റ ലീലയിലൂടെ ഭഗവാൻ കാണിച്ചു കൊടുത്തത് ബ്രഹ്മാവിന്. തൻ്റെ സുഹൃത്തുക്കളായിട്ട്, തൻ്റെ കൂട്ടുകാരായിട്ട് ഭഗവാൻ കാണിച്ചു കൊടുത്തു, തൻ്റെ പശുക്കുട്ടികളായിട്ട് കാണിച്ചു കൊടുത്തു, അവരുടെയൊക്കെ കയ്യിലിരുന്ന ഓടക്കുഴല്, ഭക്ഷണം കൊണ്ടുവന്ന പാത്രം എന്നു വേണ്ട സർവ്വതും ഭഗവാനായിട്ട് കാണിച്ചു കൊടുത്തു. അതായത് ഇതെല്ലാം ഒരേ സമയം ഭഗവാൻ ഇത്രയേറെ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തപ്പോൾ പറയാ, അല്ലയോ ദേവ, പലതരത്തിലുള്ള ക്രീഡായുക്തനായിട്ടുള്ളവനെ, പ്രകാശാത്മനായിട്ടുള്ളവനെ, വപുഷോ മദനുഗ്രഹസ്യ. വപുഷ എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ, ഈ പ്രത്യക്ഷ ശരീരത്തിൻ്റെ മദനുഗ്രഹസ്യ, മദ അനുഗ്രഹസ്യ, മദ് എന്ന് പറഞ്ഞാൽ എനിക്ക് അനുഗ്രഹത്തിന് നൽകിയതായിട്ടുള്ള ഈ രൂപം എനിക്ക് കാണിച്ചു തന്നൂലോ ഭഗവാനെ, അവിടുത്തെ ഈ ഒരു അത്ഭുത ലീല എനിക്ക് കാണുവാൻ കഴിഞ്ഞൂലോ, അങ്ങനെ എൻ്റെ അനുഗ്രഹത്തിനായിക്കൊണ്ട് എനിക്ക് അനുഗ്രഹത്തെ നൽകി എന്നെ കടാക്ഷിച്ചതായിട്ടുള്ള ഈ ശരീരം, പ്രത്യക്ഷ ശരീരം, സ്വേച്ഛാമയസ്യ നതു ഭൂതമയസ്യ കോപി. സ്വേച്ഛാമയസ്യ, തൻ്റെ ഭക്തന്മാരുടെ ഇച്ഛയനുസരിച്ച് ഉണ്ടായതാണ്. ഇങ്ങനെ ഒരു ഭഗവാൻ ഇങ്ങനെ ശ്രീകൃഷ്ണാവതാരം എടുക്കുന്നത് തന്നെ തൻ്റെ ഭക്തന്മാരുടെ ഇച്ഛയനുസരിച്ചാണ്, അവരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നതു ഭൂതമയസ്യ കോപി. നതു ഭൂതമയസ്യ, ഭൂതമയസ്യ എന്ന് പറഞ്ഞാൽ ഭൂതസ്വരൂപമല്ല, ഭഗവാൻ ഒരു മനുഷ്യബാലനായി വന്നിരിക്കുകയാണ്. അങ്ങനെ ഈ ഭൂതസ്വരൂപം, നതു എന്ന് പറഞ്ഞാൽ ഭൂതസ്വരൂപമല്ലാത്തതും, എന്നാലാകട്ടെ ഭക്തന്മാരുടെ ഇച്ഛയനുസരിച്ച് അവരുടെ ലോകത്തിൻ്റെ ഭക്തന്മാരുടെയൊക്കെ ക്ഷേമത്തിനായിക്കൊണ്ട്, അവരുടെ സംരക്ഷണത്തിനായിക്കൊണ്ട് സ്വീകരിച്ച ഈ ഒരു പ്രത്യക്ഷ രൂപമുണ്ടല്ലോ ഭഗവാനെ, അവിടുന്ന് അത് എന്നെ അനുഗ്രഹിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു രൂപത്തെ എനിക്കൊന്ന് കാണുവാൻ, ഈ ഭൂമിയിൽ വന്ന് സർവ്വവ്യാപിയായിട്ടുള്ള ഭഗവാനെ അവിടുന്ന് ഇങ്ങനെ പലതരത്തിലുള്ള ക്രീഡകൾ കാണിക്കുന്നല്ലോ ഈ ഒരു രൂപത്തെ സ്വീകരിച്ചുകൊണ്ട്. എന്നിട്ട് പറയാൻ, നേശേ മഹിത്വവസിതും മനസാന്തരേണ. നേശേ എന്ന് പറഞ്ഞാൽ ന ഇഷേ, അതായത് അങ്ങ് അതിസമർത്ഥനായിട്ടൊന്നും ഇവിടെ കാണിക്കുന്നില്ല. അതായത് അങ്ങ് ഒരു സാധാരണ ഗോപബാലനെ പോലെയാണ് ഇവിടെ പെരുമാറുന്നത്. എന്നാ ഈശേ, അവിടെ ഒരു ഈശ്വര ഭാവം അങ്ങ് ആരുടെയും മുൻപിൽ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഗോകുലത്തിലുള്ളവർക്ക് ആർക്കും തന്നെയും അങ്ങ് ഭഗവാനാണെന്ന് അറിയുന്നുമില്ല. മഹി ത്വവസിതും, മഹി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ, ത്വവസിതും, തു അവസിതുമാണ്, ത്വവസിതും
അവസ്ഥിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അറിയുവാൻ കഴിയുന്നതായിട്ടുള്ള, ഇന്നതാണെന്ന് നമുക്ക് അറിയുവാൻ കഴിയുന്ന. ഇവിടെ പറഞ്ഞു നേശേ മഹിത്വവസ്ഥിതം. അവിടുന്ന് ഈ ഭൂമിയിൽ ഇങ്ങനെ വന്ന് ഈ രൂപം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ലീലകൾ കാണിക്കുമ്പോൾ ഭഗവാനെ അവിടുത്തെ എങ്ങനെയാണ് അറിയുവാൻ കഴിയുന്ന? കാരണം അങ്ങ് യാതൊരു തരത്തിലുള്ള ഈശ്വരഭാവവും ഇവിടെ അവരുടെ മുൻപിൽ കാണിച്ചു കൊടുക്കുന്നില്ലല്ലോ. കോപി എന്ന് പറഞ്ഞാൽ കഹ അപിയാണ് കോപി. ഞാൻ പോലും, അതായത് ബ്രഹ്മാവായിട്ടുള്ള ഞാൻ പോലും എനിക്കും അങ്ങയുടെ ആ ഈശ്വര ഭാവത്തെ ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ ഭഗവാനെ. മനസാന്തരേണ നേശേമഹി ത്വവസിതും മനസാന്തരേണ. അന്തരേണ എന്ന് പറഞ്ഞാൽ അതിനെ ഉള്ളിലേക്കാക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഏകാഗ്രമാക്കി തീർക്കുക. മനസ്സ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട്. മനസ്സ അന്തരേണ, മനസ്സിനെ ഏകാഗ്രമാക്കി തീർത്ത്. സാക്ഷാത്തവൈവ കിമുതാത്മസുഖാനുഭൂതേ. സാക്ഷാത് തവ ഏവ, സാക്ഷാത്തവൈവ തവൈവ. സാക്ഷാത്ത് എന്ന് പറഞ്ഞാൽ ആ സാക്ഷാത്തായിട്ടുള്ള സ്വരൂപം, ഭഗവാന്റെ ആ പരമാർത്ഥമായിട്ടുള്ള രൂപം. തവ ഏവ, അത് നിന്തിരുവടിയുടെ തന്നെ. കിമുതാത്മ സുഖാനുഭൂതേ. കിമുത എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണുള്ളത്? ആത്മസുഖാനുഭൂതേ. അങ്ങയുടെ ഈ രൂപം ആത്മസുഖാനുഭൂതിയോട് കൂടിയിട്ടുള്ളതാണ്. അത് കാണുന്നവർക്ക് ഉള്ളിലുണ്ടാകുന്ന ഒരു ആനന്ദം. ഈ ഗോകുലത്തിലുള്ളവർക്കൊക്കെ ഈ രൂപം കാണുമ്പോൾ അതിയായ ആനന്ദവും നിർവൃതിയും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും അറിയുന്നില്ല ഭഗവാൻ അവിടുന്ന് ഈശനാണെന്ന്, ഭഗവാനാണെന്ന് അവരാരും അറിയുന്നില്ല. കാരണം അങ്ങ് ഈ ഭൂമിയിൽ ഈ രൂപം എടുത്ത് വന്നിട്ട് യാതൊരു തരത്തിലുള്ള ഈശ്വരഭാവത്തെയും അങ്ങ് പ്രകടിപ്പിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഭഗവാനെ അങ്ങനെ പ്രകടിപ്പിച്ചില്ലെങ്കിലും അങ്ങയുടെ ഈ ഒരു ആത്മസുഖത്തെ പ്രദാനം ചെയ്യുന്ന രൂപം ഈ ഗോകുലത്തിലുള്ളവരെ പോലെ തന്നെ ഇപ്പോൾ എന്നെയും എൻ്റെ ഉള്ളിലും ആ ഒരു ആത്മസുഖത്തെ, ആ പരമാർത്ഥ തത്വത്തെ അറിയുന്നതിൻ്റെ ആനന്ദ നിർവൃതി അനുഭവിക്കുവാൻ എനിക്കും അതിനുള്ള ഭാഗ്യം കിട്ടിയല്ലോ. ഇവിടെ ഈ ഭൂമിയിൽ അങ്ങ് ഇങ്ങനെ ഒരു രൂപം എടുത്തത് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തിനനുസരിച്ചാണ്. അപ്പോഴും അങ്ങ് ഒരു ഭൂത പിശാച രൂപമല്ല കൈക്കൊണ്ടത്. അങ്ങാകട്ടെ അതിസുന്ദര രൂപത്തെ തന്നെയാണ് അങ്ങ് കൈക്കൊണ്ടത്. അങ്ങനെ തൻ്റെ ഭക്തരുടെ ഇച്ഛയ്ക്ക് വേണ്ടി രൂപമെടുത്ത് അങ്ങ് വന്നത്. എന്നിട്ടും യാതൊരു തരത്തിലുള്ള അതിമാനുഷികമായിട്ടുള്ള ഭാവത്തെ ഇവിടെ പ്രകടിപ്പിക്കാത്തത് കൊണ്ട് തന്നെ അവരും തിരിച്ചറിഞ്ഞില്ല. ഞാനും അങ്ങയുടെ ശക്തിയെ, അങ്ങയെ വേണ്ട വിധത്തിൽ ഗ്രഹിക്കുവാൻ കഴിയാതെ പോയി. ഈ രൂപം, ഈ പ്രത്യക്ഷ ശരീരത്തിൻ്റെ ഒരു മഹിമയെ ഇന്നതാണ് എന്ന് നിർണയിച്ച് മനസ്സിലാക്കുവാൻ, തക്ക വിധത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കുവാൻ ബ്രഹ്മാവായ എനിക്ക് പോലും കഴിഞ്ഞില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഇവിടെയുള്ളവർ അതിന് ശക്തരായിത്തീരുന്നത്? ഈ അനുഭവാത്മകമായിട്ടുള്ള ഈ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ഭഗവാനെ അവിടുത്തെ ആർക്കാണ് അറിയുവാൻ കഴിയുന്നത്, അനുഭവിക്കുവാൻ കഴിയുന്നത്? അവിടുന്ന് ആർക്കാണ് ലയിക്കുവാൻ കഴിയുന്നത്? ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ ബ്രഹ്മാവ് പറഞ്ഞു തുടങ്ങിയത് തന്നെ അങ്ങയെ ഞാൻ സ്തുത്യർഹനായ അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ ആ മഹിമയെയാണ് വാഴ്ത്തിയത്. ഒരു തരത്തിൽ പറഞ്ഞാൽ സ്തുതി എന്ന് പറയുന്നത് തന്നെ ആ മഹിമയെ എടുത്തു പറയുക തന്നെയാണ് സ്തുതി. ഇവിടെ ഭഗവാന്റെ ആ ലീലാവിലാസത്തെ എങ്ങനെയാണ് അറിയുവാൻ കഴിയുന്നത്? എനിക്കും അറിയാൻ കഴിയില്ല. ഇവിടെ മനുഷ്യരൂപം തൻ്റെ ഭക്തർക്ക് വേണ്ടി എടുത്തു വന്നതാണെങ്കിൽ പോലും ഈ ഗോകുലത്തിൽ കഴിയുന്ന ഭഗവാനെ അവിടുത്തെ ഭക്തരായിട്ടുള്ള, അവിടുത്തെ പ്രിയത്തിനു വേണ്ടി, അവിടുത്തെ ഹിതത്തിനു അവിടുത്തെ സംതൃപ്തിക്ക് വേണ്ടി വർത്തിക്കുന്ന ഈ ഗോകുലവാസികൾക്കും ഇതൊന്നും അറിയുവാൻ കഴിയുന്നില്ലല്ലോ. അങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കി ഈ പ്രത്യക്ഷ രൂപത്തിന് പിന്നിലുള്ള ഈശ്വരനെ അറിയുവാൻ അശക്തരായി തീരുന്നുവല്ലോ ഞങ്ങൾ എന്ന്
ആദ്യത്തെ സ്തുതിയുടെ ശ്ലോകത്തിൽ തന്നെ ബ്രഹ്മാവ് ആ മഹിമയെ വേണ്ട വിധത്തിൽ അങ്ങോട്ട് പറഞ്ഞു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അസ്യാപി ദേവവപുഷോ മദനുഗ്രഹസ്യ സ്വേച്ഛാമയസ്യ നതു ഭൂതമയസ്യ കോപി നിശ്ചേ മഹിത്വവസിതും മനസാന്തരേണ സാക്ഷാത്തവൈവ കിമുതാത്മസുഖാനുഭൂതേ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മദനുഗ്രഹസ്യ, ദായുടെ അകാരം ശ്രദ്ധിക്കുക, അനുഗ്രഹസ്യാണ്. അതുപോലെ കോപി, അവിടെ ഒകാരം നീട്ടിയെടുക്കുക, വിശ്ലേഷണമുണ്ട്. അതുപോലെയാണ് മനസാന്തരേണ, അവിടെയും അകാരം നീട്ടിയെടുക്കുക, വിശ്ലേഷണമുണ്ട്. മനസാന്തരേണ. പിന്നെ അടുത്ത ഒരു ലൈൻ മുഴുവനും, ആ ഒരു വരിയിൽ എങ്ങും നമുക്ക് പദം പിരിക്കുക കഴിയില്ല, അത് ചേർത്ത് തന്നെ വായിക്കുക. സാക്ഷാത്തവൈവ കിമുതാത്മസുഖാനുഭൂതേ, അത് ചേർത്ത് തന്നെ വായിക്കുക. അതുപോലെ കിമുത ആത്മസുഖാനുഭൂതയാണ്, അവിടെ വിസർഗവുമുണ്ട്, ഭൂതേ ദീർഘവുമുണ്ട്, വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ സാക്ഷാത്തവൈവ, ത കൂട്ടക്ഷരമാണ്, അതും ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 3-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.